അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനത്തിന് മുമ്പ് സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് സൂചനകൾ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് കൊലപാതകങ്ങൾ വ്യാപിക്കുകയാണ്. എത്രത്തോളം ഈ അടുത്ത് നടന്ന കൊലപാതകങ്ങളിൽ നാം അവരുടെ പേരുകൾ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം മുസ്ലിമീങ്ങളാണ് പ്രതിയായി വരുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ സുബൈദ എന്ന മാതാവിനെ ആഷിഖ് എന്ന മകൻ ക്യാൻസർ രോഗിയായി കിടക്കുന്ന മാതാവാണ്. ആ മാതാവിനെ ആഷിഖ് വെട്ടിക്കൊലപ്പെടുത്തി. അതിൻ്റെ കാരണം ലഹരിയാണ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ മുഹമ്മദ് എന്ന മകൻ തൻ്റെ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു, കഴുത്തറുത്തു. അദ്ദേഹവും ലഹരിക്ക് അടിമയായിരുന്നു. മലപ്പുറം വൈലത്തൂരിൽ മുസമ്മിൽ എന്ന മകനാണ് ഉമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഗ്യാസ് സിലിണ്ടർ എടുത്ത് തലയ്ക്കടിച്ച് സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തിയത്. ഈ മുസമ്മിലും ലഹരിക്ക് അടിമപ്പെട്ടവരായിരുന്നു. എത്രത്തോളം ഈ അടുത്ത് നടന്ന തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അഫ്ഫാൻ എന്ന മനുഷ്യൻ, ചെറുപ്പക്കാരൻ, തൻ്റെ കുടുംബത്തിലെ 5 പേരെയാണ് വകവരുത്തിയത്. നാം പറഞ്ഞു വരുന്നത്, ലഹരി വല്ലാതെ വ്യാപിച്ചിരിക്കുകയാണ്. ആ ലഹരി മൂലം കൊലപാതകങ്ങളും വ്യാപിക്കുന്നു. ലഹരി എന്നുള്ളത് സർവ്വ തിന്മയുടെയും മാതാവാണെന്നാണ് നബിതങ്ങൾ പരിചയപ്പെടുത്തിയത്. ഇങ്ങനെ വല്ലാതെ ലഹരി ബാധിച്ച് കൊലപാതകങ്ങൾ ഒരുപാട് കൂടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഒരു ഹദീസ് നമുക്ക് ഇവിടെ പരിചയപ്പെടാം. അബീ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന ബൈന യദൈ സഅതി ലഹർജൻ, ഖിയാമത്ത് നാൾ ആകുന്നതിന് മുമ്പ് ഹർജ് സംഭവിക്കാനുണ്ട്. സഹാബാക്കൾ ചോദിച്ചു, മൽ ഹർജ് യാ റസൂലല്ലാഹ്, നബിയെ എന്താണ് ഈ ഹർജ് എന്ന് പറഞ്ഞാൽ? ഖിയാമത്ത് നാൾ ആകാറാകുമ്പോൾ ധാരാളം ഹർജുകൾ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഹർജ് എന്താണ്? കാല, നബി തങ്ങൾ പറഞ്ഞ മറുപടി, അൽ ഖത്ലു, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന. സഹാബാക്കൾ തിരിച്ചു ചോദിച്ചു, നബിയെ, ഒരു വർഷം മുശ്രിക്കീങ്ങളായ ആളുകൾ നമ്മോട് ബുദ്ധിമുട്ടിക്കാൻ വരുമ്പോൾ നമ്മളുടെ പ്രാണരക്ഷാർത്ഥം നമ്മൾ ഒരുപാട് ആളുകളെ കൊല്ലുന്നുണ്ടല്ലോ. ആ കൊല്ലുന്നത് കൊലപാതകങ്ങൾ ഇപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ ഭാഗത്തു നിന്നും ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്, നമ്മുടെ ഭാഗത്തു നിന്നും ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ കൊലപാതകങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളമാകുമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും കൊലപാതകങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, വലാകിൻ യഖ്തുലു ബഅദുകും ബഅദ, മുസ്ലിമീങ്ങൾ പരസ്പരം കൊല ചെയ്യുന്ന കാലഘട്ടം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്രത്തോളം? ഹത്താ യഖ്തുലു റജുലു അഖാഹു, ഒരു മനുഷ്യൻ അവന്റെ സഹോദരനെ കൊലപ്പെടുത്തും. വജാറഹു, അവന്റെ അയൽവാസിയെ കൊലപ്പെടുത്തും. വഅമ്മഹു, അവന്റെ പിതാവിന്റെ സഹോദരനെ കൊലപ്പെടുത്തും. വബ്ന അമ്മിഹി, അയാളുടെ പിതാവിന്റെ സഹോദരന്റെ മകനെയും കൊലപ്പെടുത്തും. ഇങ്ങനെ ഒരു മനുഷ്യൻ തന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ, അടുത്ത സുഹൃത്തുക്കളെ കൊലപ്പെടുത്തുന്ന കാലഘട്ടം വരും. അത് ഖിയാമത്ത് നാളിന് മുമ്പ് സംഭവിക്കാനുള്ള ഒരു വലിയ കാര്യമായിട്ട് നിബന്ധങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ഈ വാർത്ത കേട്ട സഹാബാക്കൾ ചോദിച്ചു നബിയോട്, യാ റസൂലല്ലാഹ് വമഅനാ ഉഖൂലുനാ ദാലിക്കൽ യൗം, നബിയെ, അന്ന് ഇത് ചെയ്യുന്ന ആളുകൾക്ക് ബോധം ഉണ്ടാകൂലേ? താൻ കൊല്ലുന്നത് തൻ്റെ മാതാവിനെയാണ്, തൻ്റെ പിതാവിനെയാണ്, തൻ്റെ മകനെയാണ്, തൻ്റെ സഹോദരനെയാണ്, തനിക്കെല്ലാ സഹായവും നൽകിയ തൻ്റെ അയൽവാസിയെയാണെന്ന് ചിന്തിക്കാനുള്ള ബോധമൊന്നും വന്ന മനുഷ്യന്മാർക്ക് ഉണ്ടാകൂലേ? ആ കൊലപാതകർക്ക് ഉണ്ടാകില്ലേ? തുൻസഉ ഉഖൂലു അക്സരി ദാലിക സമാൻ, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അധികം ആളുകൾക്കും സ്വബോധം ഉണ്ടാകൂല, ബോധം ഉണ്ടാകൂല. പല കാരണങ്ങളെ കൊണ്ടാകാം. ലഹരി കൊണ്ട് ബോധം നഷ്ടപ്പെട്ടതാകാം. അങ്ങനെ ബോധം നഷ്ടപ്പെട്ട സമൂഹമായിരിക്കും അന്ന് ജീവിച്ചിരിക്കുക. ബോധം നഷ്ടപ്പെട്ട സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ ഇങ്ങനെ കൊലപാതകങ്ങൾ ധാരാളമായി ചെയ്യും. സ്വഭാവത്തോടെയല്ല, പല കാരണങ്ങളെ കൊണ്ട് ബോധം പോയത് കൊണ്ട്. അങ്ങനെ കൊലപാതകങ്ങൾ വർദ്ധിക്കുമ്പോൾ
അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ പറയും, അവർ വിശ്വസിക്കും, അവർ വിചാരിക്കും, യഹ്സബു അക്സറുഹും അന്നഹും അലാ ശൈഇൻ, ഞങ്ങൾക്ക് വലിയ പുരോഗതിയുടെ നൂറ്റാണ്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കഴിഞ്ഞുപോയ 6-ാം നൂറ്റാണ്ടിലെ ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് പോലെ ഞങ്ങൾക്ക് പുരോഗതിയിലാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയുന്ന ആളുകളെ സംബന്ധിച്ച് വലൈസു അലാ ശൈഇൻ, അവരൊന്നും ഒരു പുരോഗതിയിലുമല്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒരുപാട് പുരോഗതിയിലായിരിക്കാം, പക്ഷേ ആ മനുഷ്യന്മാര് ഒരു പുരോഗതിയിലുമല്ല, ഏറ്റവും തരം താഴ്ന്നു പോയ അവസ്ഥയിലാണ് ഉള്ളത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് നമുക്ക് മുമ്പിൽ ഉണ്ടാകുമ്പോൾ അതുമായി നമ്മുടെ ഇന്നത്തെ കൊലപാതകങ്ങളെ, ഈ ലഹരി വ്യാപനത്തെ നാം കൂട്ടി വായിക്കുക. അല്ലാഹു തആല നമുക്ക് നന്മകൾ പ്രദാനം ചെയ്യുമാറാകട്ടെ.